بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون പ്രേമറിഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബന്ധങ്ങളിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ബന്ധമാണ് വൈവാഹിക ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷമുള്ളവരാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ് ഏറ്റവും നല്ല കുടുംബ ജീവിതം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. വ്യത്യസ്തമായ രണ്ട് കുടുംബത്തിലെ ആളുകൾ ഒന്നു ചേരുന്നതാണ്, ഒന്നിപ്പിക്കുന്ന ദാമ്പത്യ ബന്ധത്തിലൂടെയാണ് വിശാലമായൊരു കുടുംബ ബന്ധം എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെടുന്നത്. അതിലൂടെയാണ് ഒരു പുതിയ തലമുറയുണ്ടാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിനെ കുറിച്ചും വിവാഹ ബന്ധത്തെക്കുറിച്ചും വളരെ മനോഹരമായി പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്ന കാര്യമാണ് ഞാൻ ആദ്യം ഓതി വച്ചത്. ആയത്ത് ഓതി കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. അല്ലാഹു ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം അത് അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം നമ്മോട് പറയാണ്, വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്. നിസ്സാരമായ ഒരു സംഗതിയല്ല, നിസ്സാരമായ ഒരു കാര്യമല്ല. ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ അത് എത്രയേറെ മഹത്വമുള്ളതും അത്രയേറെ ശക്തിയുള്ളതുമായ ഒരു കാര്യമാണ്. എടുത്തു പറയാൻ തക്കത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയാണെന്ന് കൂടി ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിനു വേണ്ടിയാണ്.
നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ അർത്ഥം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ 3 ആളുകൾ വന്ന ചരിത്രം വിശദീകരിക്കേണ്ടതില്ല. അതിലൊരാൾ പറഞ്ഞത് വിവാഹം കഴിക്കുവാൻ പോലും ഞാൻ നിൽക്കുകയില്ല, വിവാഹം പോലും കഴിക്കാതെ ആരാധനകളിൽ കഴിഞ്ഞുകൂടുമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ താക്കീതോടുകൂടി പറഞ്ഞു, എൻ്റെ സുന്നത്തിന് എതിരായ കാര്യമാണത്, എൻ്റെ സുന്നത്തിനെതിരായ കാര്യമാണത് വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെല്ലാവരെയും ഒരു ഒറ്റ സത്തയിൽ നിന്നുമാണ് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അവിടെ നിങ്ങൾ ഒറ്റ സത്തയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല. നിങ്ങൾക്കതിൻ്റെ പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ ആ ഏകാന്തത ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ഒറ്റക്കുള്ള ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു ചേർത്തുകൊണ്ട് പറയുന്നു, വജഅല മിൻഹാ സൗജഹാ, നിങ്ങൾ കിണകളെയും ഉണ്ടാക്കിയിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്, പല സന്ദർഭങ്ങളിൽ പറഞ്ഞതുമായ കാര്യമാണത്. അതിൽ നമ്മൾ ഏറെ ആ ഒരു കുടുംബ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായി കൊണ്ടുപോകുന്ന വിഷയത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും പരാജയമാണ് എന്നുള്ളതാണ് സത്യം. നാട്ടിലൊക്കെ നല്ല മാന്യതയുള്ളവരും മാന്യന്മാരും സന്തോഷം നന്നായി പ്രകടിപ്പിക്കുന്നവരും ഒക്കെയാണെങ്കിലും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും ശോകമായ അവസ്ഥയിലാണ് അവരുടെ ജീവിതമുള്ളത്. ഇണകൾ തമ്മിൽ പരസ്പരം യാതൊരു വിധത്തിലുമുള്ള ചർച്ചകളില്ലാതെ അടുപ്പമില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും ഒരു സാഹചര്യവുമാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. എന്നാൽ സുന്ദരമായി കുടുംബജീവിതത്തെ കൊണ്ടുപോകണം. കുടുംബജീവിതം എന്ന് പറയുന്നത് ലി തസ്കുനു ഇലൈഹ എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ലി തസ്കുനു ഇലൈഹ, അള്ളാഹു അതിനാണ് വിവാഹം നിശ്ചയിച്ചു വച്ചിട്ടുള്ളത്, സമാധാനം അടയാൻ വേണ്ടിയിട്ടാണ്. ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തുന്നതാവരുത് കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം വിശ്വാസികൾ ഓരോരുത്തരും. ആ ജീവിതത്തെ നമുക്കെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിലൂടെ അത് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു വാചകം, ഇണകളെ ഉപമിച്ചിട്ടുള്ള ഒരു വാചകം, ഹുന്ന ലിബാസും ലക്കും വ അൻതും ലിബാസും ലഹുന്ന. അത് ഇന്നലെ വിവാഹം കഴിച്ചവരാണെങ്കിലും 10-40 വർഷം മുമ്പ് വിവാഹം കഴിച്ചവരാണെങ്കിലും അവർ ഇണകൾ തമ്മിൽ എന്തായിരിക്കണം? വസ്ത്രമായിരിക്കണം. അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാണ്. ഒരു വസ്ത്രം എന്ന് പറയുന്നതിൻ്റെ ധർമ്മം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയാണ് നമ്മോട് ആ കാര്യം പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവാണ് നമ്മോട് സംസാരിക്കുന്നത്. ആ അള്ളാഹുവിന്റെ കലാമിലൂടെ പറയുന്നു, ഹുന്ന ലിബാസും ലക്കും, നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്നുള്ളത് കൊണ്ട് നിന്റെ ചീത്ത കേട്ട് നിന്റെ കൽപ്പനകൾ കേട്ട് അടിമയായി ജീവിക്കേണ്ടവരല്ല അവർ. ഹുന്ന ലിബാസും ലക്കും വ അൻതും ലിബാസും ലഹുന്ന. പരസ്പരം വസ്ത്രങ്ങളാണ്. പരസ്പരം വസ്ത്രം കൊണ്ട് ഉണ്ടാകുന്ന നമ്മൾ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? ആ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില അടയാളങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടാത്ത അടയാളങ്ങളെ മറക്കുന്നുണ്ട്. നമുക്ക് സൗന്ദര്യം ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ അന്തസ്സോടുകൂടി പല സദസ്സിലേക്ക് നമ്മൾ പോകുന്നത് എന്തിന്റെ ധൈര്യത്തിലാ? നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അതിന്റെ ആ പ്രൗഢിയുടെ ഗാംഭീര്യത്തിലാണ് നമ്മൾ ആളുകൾക്ക് മുമ്പിൽ പോയി നിൽക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അത്ര ആ രൂപത്തിൽ നിങ്ങൾക്ക് പ്രൗഢിയോടുകൂടി അന്തസ്സോടുകൂടി തലയുയർത്തി നിൽക്കുവാൻ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും സാധ്യമാകണം. വസ്ത്രത്തിനോടുള്ള ഉപമയെ ഇനിയും ഒരുപാട് തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൂടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കുക, വിവാഹം എന്ന് പറയുന്നത് നമുക്ക് സമാധാനപൂർണമായൊരു ജീവിതമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിവാഹത്തിന്റെ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാൻ പറ്റും. മീസാഖൻ ഖലീല, ഒരു ശക്തമായ ഒരു കരാറാണത്. ശക്തമായ ഒരു കരാറാണ്. കഴിഞ്ഞ ദിവസം മുമ്പെങ്ങാനുമാണ് ഒരു സിനിമാ നടി എഴുതി വെച്ചത്, ഞാൻ വിവാഹത്തിന്റെ കരാറിൽ വെച്ച ഒപ്പ് അത് ഇത്രയേറെ ഗൗരവമുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന്. ഇസ്ലാം ഒന്നോ പറഞ്ഞിട്ടുണ്ടത്.
പരിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഉപ്പ അവരുടെ മകളെ നിങ്ങൾ കിണയാക്കി ഒപ്പിട്ട് തരുമ്പോഴുണ്ടല്ലോ, അത് ശക്തമായ ഒരു കരാറാണത്. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ഔദാര്യത്തിന് നിങ്ങളെ ചെലവിൽ കഴിയാൻ വേണ്ടി നമ്മൾ പറയുന്ന പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന അടിമയെപ്പോലെ സമീപിക്കേണ്ടവളല്ല നമ്മുടെ ഇണയെന്ന് പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ശക്തമായ ഒരു കരാറോടുകൂടി നമ്മൾ സ്വീകരിച്ചവരെ നമ്മുടെ ഇണകൾ. നമ്മൾ മനസ്സിലാക്കണം, പുരുഷന്മാർ ഗൗരവമായി മനസ്സിലാക്കണം, നമ്മുടെ ഇണകൾ എന്ന് പറഞ്ഞത് രണ്ടാം തരക്കാരല്ല എന്ന ബോധ്യമുണ്ടാക്കണം. അവർ രണ്ടാം തരക്കാരല്ല എന്നുള്ള ബോധ്യമുണ്ടാക്കണം. ഈ വാചകത്തിന് മീസാക്കൻ ഖലീല എന്നുള്ള വാചകത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നിടത്ത് ഇമാം ഖതാദ റളിയല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് മീസാക്കൻ ഖലീല എന്ന് പറയുന്നത് ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാര്യയായി തന്ന ആളുകളെ ഏറ്റവും നല്ല സഹവർത്തിത്വത്തോടുകൂടി അവരെ നിലനിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഇണയായി, നിങ്ങളുടെ ഭാര്യയായി, നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മാന്യതയോടുകൂടി നിങ്ങൾ പെരുമാറണം. മനസ്സിലായോ? നിങ്ങൾ പണമുള്ളവരായിരിക്കും, അധികാരമുള്ളവരായിരിക്കും, നിങ്ങൾ വേറെ നിലക്കൊക്കെ ഉയർന്നവനായിരിക്കും. പക്ഷെ ഭാര്യ എന്നുള്ള നിലക്ക്, നിങ്ങളുടെ ഇണയെന്നുള്ള നിലക്ക് നിങ്ങളുടെ ചാരത്ത് അവൾ വേണമെന്നുണ്ട് എങ്കിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ മാന്യമായിട്ട് അവരോട് പെരുമാറണം. നിങ്ങൾ അധികാരവും നിങ്ങളുടെ ഈ ത്രാണിയും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പവറും ഒക്കെ കാണിച്ചുകൊണ്ട് അവർ ഒരു അടിമയെപ്പോലെ കൊണ്ടു നടക്കേണ്ടവളല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഭർത്താവിന് അധികാരമുണ്ട് സ്ത്രീയുടെ മേൽ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, അരിജാലു ഖവ്വാമൂന അല നിസാ ബിമാ ഫല്ലലല്ലാഹു ബഅലഹും അലാ ബഅൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട്. ആ നിയന്ത്രണാധികാരം എന്ന് പറയുന്നതിനെ ഏറ്റവും മാന്യമായ രൂപത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധ്യമാകണം. അതിനുള്ള കാരണം കൂടി പറയുന്നുണ്ട്, ബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാരാണ് അവരുടെ ധനം കൊണ്ട് നിങ്ങളെ പോറ്റുന്നത്, അവരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, അവരാണ് നിങ്ങൾക്ക് വസ്ത്രം നൽകുന്നത്, അവരാണ് കുടുംബത്തിന്റെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായ വിഷയങ്ങളിലും അവരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ അനുസരിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റയീസ് ഹഫിളഹുല്ലാ പറയുന്ന ഒരു വാചകമുണ്ട്. ആ ഒരു സംവിധാനം ഭാര്യയുടെ മേൽ ഭർത്താവിന് അധികാരമുണ്ട് എന്നുള്ള ആ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകുവാൻ, ദാമ്പത്യ ജീവിതത്തിന് സൗഭാഗ്യത്തോടു കൂടി കൊണ്ടുപോകുവാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഭാര്യമാർക്ക് അവകാശങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വാചകത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അത് ഗൗരവമുള്ള കാര്യമാണ്. പല ആളുകളും കുടുംബജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ എല്ലാ അവകാശങ്ങളെയും അവർ അനുവദിച്ചു കൊടുക്കുന്നു, അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കുന്നതിൽ ശ്രദ്ധയില്ലാത്ത പുരുഷന്മാരുണ്ട്, അത് പരിഗണിക്കാത്ത പുരുഷന്മാരുണ്ട്. ആ പരിഗണനയില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളും അപകടങ്ങളും ഒക്കെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നു, ഇന്നലി റബ്ബിക അലൈക ഹഖൻ, തീർച്ചയായും റബ്ബിന് താങ്കളിൽ അവകാശമുണ്ട്. വലി നഫ്സിക അലൈക ഹഖൻ, താങ്കളുടെ ശരീരത്തിൽ താങ്കളിൽ നിന്നും അവകാശമുണ്ട്, താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ നിന്നും അവകാശമുണ്ട്. അതുപോലെ തന്നെ വലി അഹ്ലിക അലൈക ഹഖൻ, താങ്കളുടെ ഭാര്യക്കും താങ്കളിൽ നിന്നും അവകാശമുണ്ട് എന്ന് ബുഖാരിയുടെ ഹദീസുകളിൽ കാണുവാൻ സാധ്യമാകും. അതുകൊണ്ട് അവരുടെ അവകാശങ്ങളെ, എല്ലാ നിലക്കുമുള്ള അവകാശങ്ങളെ പൂർത്തീകരിക്കണം. എല്ലാ നിലക്കുമുള്ള അവകാശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പ്രയാസങ്ങളുണ്ട് എങ്കിൽ, പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിന്റെ പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കുടുംബജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പലതും പരിഹരിക്കപ്പെടാതെ സഹിച്ചും ക്ഷമിച്ചും കടന്നു പോകുന്നു, പരിഗണിക്കാതെ വിട്ടേച്ചു കളയുന്നു. പ്രിയപ്പെട്ട യുവാക്കളോടും വിവാഹിതരായവരോടും ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ പ്രായമേതി എന്നുള്ളത് കൊണ്ട് ഇതിന് വിഷയമല്ല, പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇണകളോട് നമുക്ക് അവരോടുള്ള അവകാശങ്ങളെ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം,
അവർക്ക് വസ്ത്രം കൊടുക്കണം. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. അവർക്ക് നിങ്ങൾ മര്യാദ അനുസരിച്ചുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിന്റെ ബാധ്യതയാണ്. പലപ്പോഴും ചില വാർത്തകളെങ്കിലും കേൾക്കുമ്പോൾ, ചില കുടുംബങ്ങളുമായെങ്കിലും ചില കുടുംബങ്ങളെ കുറിച്ച് ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ, ഭർത്താവ് എന്നുള്ള പേരിൽ അറിയപ്പെടുകയും അവരുടെ തന്റെ ഭാര്യക്കും ഇണകളെയും പരിഗണിക്കാതെ അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാതെ ഭൗതികമായ മറ്റു പല കാര്യങ്ങളുടെയും ആസ്വാദനത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ഗൗരവമായ തെറ്റാണത്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. മുആവിയ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽതു യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി, ഒരാൾക്ക് തന്റെ ഭാര്യയോടുള്ള, ഞങ്ങളുടെ ഭാര്യമാരോടുള്ള കടമകൾ എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അൻ തുത്ഇമഹാ ഇദാ തുഇംത, നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവളെ ഭക്ഷണം കഴിപ്പിക്കണം. നമ്മൾ നല്ല ഭക്ഷണം ആഴ്ചയിൽ പല പ്രാവശ്യം നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ വീടുകളിൽ എന്തുണ്ട് എന്നുള്ളത് പോലും നമ്മൾ അന്വേഷിക്കാറില്ല. അവരെന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും യാതൊരു ചിന്തയും നമ്മൾ അലട്ടാറില്ല. ആ ചിന്തകളിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ ഇണകൾ എന്തു കഴിച്ചു എന്ന ചോദ്യം ഉണ്ടാകണം. അതാണ് നമ്മൾ പരസ്പരം സ്നേഹമുണ്ടാകുവാനുള്ള കാരണം. നിങ്ങൾ ഇണകളോട് ചോദിച്ചു നോക്കൂ, അവരുടെ പരാതികളിൽ, ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായിട്ട് ഉണ്ടാവാറുള്ളത് ഞങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അവർ ഒരു തരിമ്പ് പോലും അവർക്ക് ചിന്തയില്ല. അവരുടെ കുട്ടികളെ നോക്കുന്നു, അവർക്കുള്ള ഭക്ഷണം ഒരുക്കുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ ഇവിടെ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ബോധവുമില്ലാത്തവരാണ് പുരുഷന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും. ആ ഒരു രീതി ഉണ്ടാവരുത് എന്ന കൃത്യമായ ബോധ്യപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖത്തുമുഹുന്ന ബിഅമാനില്ലാഹ് വസ്തഖലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തി സംരക്ഷണം നൽകാമെന്നുള്ള കരാറിലാണ് ഒരു വാപ്പാന്റെ അടുക്കൽ നിന്നും നിങ്ങളൊരു സഹോദരിയെ ഇണയായി നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ ഇണകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹിക്കുന്ന ഓരോ നന്മകൾക്കും വലിയ പ്രതിഫലമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ, ഒരാൾ തന്റെ കുടുംബത്തെ, തന്റെ ഇണയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാൾ രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു വാചകത്തിലൂടെ നമ്മോട് പറയുന്ന കാര്യമാണ്, കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരു മതിയായ കുറ്റമാകുവാനുള്ള കാരണമാണെന്ത്, അൻ യഹ്ബിസ അമ്മൻ യംലിക ഖൂതഹു, തന്റെ ആശ്രിതർക്ക്, തന്റെ കൂടെയുള്ളവർക്ക് അവർക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരാൾക്ക് മതിയായ കുറ്റമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ഇണകളോട് എങ്ങനെ നിൽക്കണമെന്നുള്ളത്, അവരോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് കേൾക്കാനും അനുസരിക്കുവാനും നമ്മൾ തയ്യാറാവണം. അതേപോലെ പ്രവാചകൻ മറ്റൊരു വാചകത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഹിന്ദ്, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു പരാതി പറയുകയാണ്, വലൈസ യുഅതീനി മാ യക്ഫീനി വവലദി, എനിക്കും എൻ്റെ മക്കൾക്കും ഒന്നും ഭക്ഷണം തരാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ അബൂ സുഫിയാൻ വളരെ പിശുക്ക് കാണിക്കുന്നു. ആ സമയത്ത് ഞാൻ എന്തു ചെയ്യും, ഞാൻ കുറച്ച് പണം അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന് അടുക്കൽ നിന്നും പൈസയൊക്കെ ഞാൻ എടുക്കാറുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ റസൂൽ പറഞ്ഞത്, ഖുദി മാ യക്ഫീക വവലദിക ബിൽ മഅറൂഫ്, ന്യായമായ ആവശ്യത്തിനുള്ളത് നിന്റെ ഭർത്താവിൽ നിന്നും നിനക്ക് എടുക്കാം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹിന്ദുവിനോട് പറയുന്നത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഇണകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുന്നവരുണ്ട്. അവർക്ക് സന്തോഷം നൽകുന്ന വിഷയത്തിൽ, അവർക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന വിഷയത്തിൽ, അവർക്ക് നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം പിശുക്കി വെക്കുന്ന ആളുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് നമ്മൾ ചെയ്യുന്ന ചെലവുകളുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഫഹുവ ലഹു സദഖ, അത് സദഖയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇണകളെ കുറിച്ച് നമ്മൾ അങ്ങേയറ്റത്തെ ശ്രദ്ധയുള്ളവരാകണം. നമ്മൾ ആലോചിക്കണം. നമ്മളെ കൂടെ അവർ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാറില്ല. നമ്മുടെ സുഖങ്ങളും നമുക്ക് സമയമാകുമ്പോൾ ഉറങ്ങണമെന്നതിൻ്റെ അപ്പുറത്ത്, നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്നതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഇണകളെ കുറിച്ച് ആലോചിക്കുവാനും അവരോട് ചെയ്യേണ്ടുന്ന മര്യാദകൾ നിവർത്തിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധ്യമാകുന്നു, ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ വഇന്ന അവജ ഷൈഉൻ ഫിൽ ളിലഇ അഅലാഹു. സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളഞ്ഞ വാരിയലിൽ നിന്നുമാണ്. ആ വളഞ്ഞ വാരിയലിനെ നിങ്ങൾ വേഗത്തിൽ നന്നാക്കുവാൻ, നിവർത്തിക്കുവാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് അപ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്നാൽ യാതൊരു തരത്തിലും ശ്രദ്ധയില്ലാതെ നിങ്ങൾ അതിനെ വിട്ടുകളഞ്ഞാലോ അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇണകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളെ ഏറ്റവും മര്യാദയോടുകൂടി അനുകമ്പയോടുകൂടി നമ്മൾ നൽകണം. വൈൻ തുസ്ലഹു, നിങ്ങൾ അവരെ പെരുമാറ്റം നിങ്ങൾ നന്നാക്കി തീർക്കണമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാചകം, അതിന് ഗൗരവത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വാചകമാണ്. അക്മലുൽ മുഅ്മിനീന ഈമാന, ഒരാളുടെ വിശ്വാസം അത് പൂർത്തീകരിക്കുന്നതിനൊരു കാരണമായിട്ട് പറയുന്നത് അഹ്സനുഹും ഖുൽഖ, നിങ്ങൾ നല്ല സ്വഭാവത്തിന് ഉടമകളാവുക എന്നുള്ളതാണ്. എവിടെയാണ് നിങ്ങൾ നല്ല സ്വഭാവത്തിന് ഉടമകളാകേണ്ടത്? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, പുറത്ത് അങ്ങാടിയിൽ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ചോദിച്ചാലും അങ്ങേയറ്റത്തെ മാന്യതയുടെ വേഷമണിഞ്ഞ് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നല്ല മാന്യന്മാരാണ്, പ്രശ്നങ്ങളിൽ മാന്യമായി ഇടപെടുന്നവർ, ക്ഷമയോടുകൂടി ഇടപഴകുന്നവർ, നസീഹത്തോടുകൂടി ഇടപഴകുന്നവർ, പ്രശ്നങ്ങൾ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മുടെ വീടുകളിൽ എങ്ങനെയാണെന്നുള്ളതാണ് പ്രശ്നം. അഹ്സനും ഖുൽഖ, നല്ല സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് വിശ്വാസം പൂർത്തിയാകുന്നത്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി നിങ്ങൾ പെരുമാറണമെന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹു എന്ന് പറഞ്ഞൊരു വാചകം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അദ്ദേഹം പറഞ്ഞത്, അന്നൽ മുആമലത കൽ സൗജതിക യജിബു അൻ തുഖദ്ദിറ കഅന്ന റജുലൻ സൗജ ബിനതക കൈഫ യുആമിലുഹാ. അദ്ദേഹം പറഞ്ഞത്, ഭാര്യയോട് നീ പെരുമാറേണ്ടത് നിന്റെ മകൾക്ക് ഒരു ഭർത്താവിനെയും അയാൾ അവളോട് എങ്ങനെ പെരുമാറണമെന്നും നീ സങ്കല്പിക്കുക. അവളോട് പരുഷമായി കൊണ്ട് പരുക്കമായും കഠിനമായും പെരുമാറുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്നതാണ് ചോദ്യം. ഭാര്യ, നമ്മളെ ഓരോ പുരുഷന്മാരും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മകളെ ഒരാൾ വിവാഹം കഴിച്ചാൽ അവളോട് അവളുടെ ഇണ എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവളോട് പരുക്കമായും കഠിനമായും പെരുമാറുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഒരാളും പറയുകയില്ല ഇഷ്ടപ്പെടുന്നു എന്ന്. ഇല്ല. അങ്ങനെയാണ് നിന്റെ ഉത്തരമെങ്കിൽ നീ ചെയ്യേണ്ടത്, ഇദാ ലാ തർലാ അൻ തുആമില ബിൻതൻ നാസി ബിമാ ലാ തർലാ അൻ തുഅമല ബിഹി ഇബ്നതുക. നിന്റെ മകളോട് എങ്ങനെ പെരുമാറാൻ നീ ആഗ്രഹിക്കുന്നില്ലയോ, അവരോട് എങ്ങനെയാണ് പെരുമാറണം എന്നുള്ളതാണോ നിന്റെ ആഗ്രഹം, അതേപോലെ ആയിരിക്കണം നിന്റെ ഇണയോട് നീ പെരുമാറേണ്ടത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഗൗരവമുള്ളൊരു വാചകമാണ് അല്ലേ? മക്കളുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷ്മത കാണിക്കുകയും മക്കളോട് മക്കളുടെ പുതിയാപ്പിളമാര് എന്തെങ്കിലും മോശമായി പെരുമാറുമ്പോൾ ആവലാതിപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ഇണകളോട് നമ്മൾ പെരുമാറുമ്പോൾ അവർക്കൊരു ഉമ്മയുണ്ട് എന്നുള്ളത്, അവർക്കൊരു കുടുംബമുണ്ട് എന്നുള്ളത്, അവർക്കും അവരുടെ വ്യക്തിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നു. നമ്മുടെ മക്കൾക്ക് മാത്രമല്ല, നമ്മുടെ ഭാര്യയായിട്ടുള്ള സഹോദരി അവർക്കുമുണ്ട് പിതാവും, അവർക്കുമുണ്ട് കുടുംബവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മകളോട് നമ്മൾ അവരുടെ ഭർത്താവ് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതേപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് പെരുമാറേണ്ടത്. വളരെ ഗൗരവത്തോടു കൂടി ഖുർആൻ പറയുന്നു, നിങ്ങൾ ഏറ്റവും മര്യാദയോടുകൂടി ആയിരിക്കണം
പെരുമാറേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം സന്തോഷത്തോടു കൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം സ്നേഹമുള്ളവരായി, പരസ്പരം ഇഷ്ടമുള്ളവരായി മുന്നോട്ട് പോകുവാൻ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രയാസങ്ങൾ സഹിച്ച് പള്ളികളിലേക്ക് വന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. നാദാം, അവർക്കെല്ലാം ആശ്വാസവും എളുപ്പവും കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഫലസ്തീനിൽ, ഗസയിൽ, അതേപോലെ തന്നെ യമനിലും ഇസ്രയേലും ഒക്കെ ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രയാസങ്ങളും വിഷമങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധികളും അവർക്കുണ്ട്. നാദാം, അതെല്ലാം നീ കൊടുത്തിരിക്കുന്ന എളുപ്പത്തെ ശക്തമായി നൽകുകയും സമാധാനത്തോടു കൂടി മരിക്കുന്നത് വരെ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. ശത്രുക്കളുടെ സകലവിധ കുതന്ത്രങ്ങളെയും നീ തകർത്തു കളയണം റഹ്മാനെ. ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി തലയുയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ തൗഫീഖ് ഞങ്ങൾക്കും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب دعوتي يا قال الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.